ഭർത്താവ് ഭാര്യനെ മാന്യമായ രീതിയിൽ തന്നെ നോക്കുന്നേ. ഭാര്യയുടെ അമ്മയ്ക്ക് അത് പോരാ. ഈ അയാളാണ് പീഡിപ്പിക്കപ്പെടുന്ന ആ കേസ്. ഇപ്പൊ നമ്മൾ പറയാം അമ്മായിമ്മ പറഞ്ഞതുപോലെ ഭർത്താക്കന്മാർ പീഡിപ്പിക്കുന്ന ഒത്തിരി കേസുകളുണ്ട്. 2 വർഷമായിട്ട് ഗുജറാത്തിൽ നിന്ന് വന്നിട്ടില്ല ഇയാള്. 8 വർഷം ഒരു പെൺകുട്ടിയുണ്ട്. അമ്മ സമ്മതിക്കുന്നില്ല. പെണ്ണിനോട് ഇത് പോയി അമ്മ ഇപ്പൊ പറഞ്ഞതുപോലെ മോളോട് പറഞ്ഞു കൊടുക്കാണ്, നീ പതുക്കെ ചട്ടിയും കല്ലും മടക്കി വീട്ടിലോട്ട് പോരെ. അവൻ പറഞ്ഞ അനുസരിച്ചില്ലേ നിന്നെ നോക്കി അവൻ നിന്റെ കൂടെ വന്നോളൂ. അപ്പൊ സ്വന്തം വീട്ടിലേക്കും പോകാൻ പാടില്ല, ഭാര്യ വീട്ടിലേക്കും പോകാൻ പാടില്ലാത്ത അവസ്ഥയാണ് ആ ഭർത്താവിന്റെ അവസ്ഥ. പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ചില പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോൾ അമ്മമാരെ ആവശ്യമില്ലാതെ ഇങ്ങനെ അവരിൽ കൺട്രോൾ വെക്കുക. മോളെ നീ വല്ലതും കഴിച്ചോ, അയ്യോ രാവിലെ പുട്ടായിരുന്നോ, പുട്ട് നിനക്ക് ഇഷ്ടമില്ലെന്ന് എനിക്ക് അറിയാവല്ലോ, അതെന്തിനാ അമ്മ തിരക്കുന്നേ? അമ്മ തിരക്കേണ്ട കാര്യമില്ല. അമ്മ ആ മകള് ഒരു പുരുഷന്റെ കൂടെയാണ് പോന്നിരിക്കുന്നത്. അവക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഉള്ള കഴിവ് അവനുണ്ടെന്ന് അമ്മയ്ക്കറിയാം. പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാതെ ഇടപെടലുകൾ? ഈ ഇടപെടലുകൾ ഏതമ്മയുടെ ആണേലും, മകന്റെ അമ്മയുടെ ആണേലും മകളുടെ അമ്മയുടെ ആണേലും ആവശ്യമില്ലാത്ത ഇടപെടലുകൾ അവസാനിക്കണം. ഈ ഇടപെടലുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം പുരുഷന്മാരാണ് ശരിക്കും പീഡനം അവിടെ അനുഭവിക്കുന്നത്. ഈ 2 സ്ത്രീകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ശരിക്കും വീട്ടിലെ പുരുഷന്മാരാണ് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. അവർക്ക് അമ്മയുടെ ഭാഗം പറഞ്ഞാൽ ഭാര്യ പ്രശ്നമാവും, ഭാര്യയുടെ ഭാഗം പറഞ്ഞാൽ അമ്മ പ്രശ്നമാവും. അപ്പൊ ആരുടെ ഭാഗം പറയും? ന്യൂട്രലിൽ നിൽക്കാൻ അവർക്ക് അറിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് ചില പുരുഷന്മാര് വന്നിട്ട് പറയാറുണ്ട്, സാറേ ഞങ്ങളുടെ ചെകുത്താന്റെയും കടലിന്റെ ഇടയ്ക്കാണ്, ചെകുത്താന്റെയും കടലിന്റെ ഇടയ്ക്കാ ടീച്ചറെ ഞങ്ങളൊന്ന് ഞങ്ങളോട് അമ്മ പിന്നെ ഭാര്യ